ഹരേ കൃഷ്ണ. നാരായണീയം ദശകം 15 ശ്ലോകം 8. പിതൃസുരഗണയാജി ധാർമ്മികോ യോ ഗൃഹസ്ഥ സച നിബദതി കാലേ ദക്ഷിണാദ്വോപഗാമി മയി നിഹിതമകാമം കർമ്മധൂത പദാർത്ഥം കപിലതനുരിതിത്വം ദേവഹൂത്യേന ഗാദി. യാതൊരുവൻ ഗൃഹസ്ഥാശ്രമിയായിരിക്കുമ്പോൾ ധർമ്മകർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടും പിതൃക്കളെയും ദേവന്മാരെയും യജ്ഞങ്ങൾ കൊണ്ട് ആരാധിക്കുന്നവനായിരിക്കുന്നുവോ അവനാകട്ടെ ദക്ഷിണമാർഗം എന്ന് പറയുന്ന ധൂമാതി മാർഗത്തെ ഗമിച്ചവനായിട്ട് സുകൃതം അനുഭവിച്ചു തീരുമ്പോൾ മനുഷ്യലോകത്തിൽ പതിക്കുന്നു. എന്നിൽ സമർപ്പിക്കപ്പെട്ടതും ഫലേച്ഛയില്ലാത്തതുമായ കർമ്മം മാത്രം അർച്ചിരാദി മാർഗം എന്ന് പറയുന്ന മോക്ഷമാർഗത്തിലേക്ക് നയിക്കുന്നു. ഇപ്രകാരം കപിലരൂപിയായ അങ്ങ് ദേവഹൂതിയോട് പറഞ്ഞു. ധർമ്മ അനുസൃതമെങ്കിലും സകാമമായ യജ്ഞാതി കർമ്മങ്ങൾ ചെയ്യുന്നവൻ മറ്റു ലോകങ്ങളിൽ പോയി സുഖം അനുഭവിക്കുമെങ്കിലും സുകൃതഫലം അനുഭവിച്ചു കഴിഞ്ഞാല് വീണ്ടും സംസാര ദുഃഖ വിധേയമായ ഭൂമിയിൽ ജനിക്കുന്നു. എന്നാൽ നിഷ്കാമമായും ഈശ്വരാർപ്പണമായും കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവൻ മാത്രം പുനരാവൃത്തിരഹിതമായ മോക്ഷത്തെ പ്രാപിക്കുന്നു. ഈ തത്വം ഭഗവാൻ ഭഗവത്ഗീതയിലും ഊന്നി പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ എല്ലാം ഒരു കർമ്മത്തിന്റെയും കർത്തൃത്വ ബോധം ഏറ്റെടുക്കാതെ എല്ലാം ഭഗവാന് സമർപ്പിച്ച് ചെയ്തു കഴിഞ്ഞാല് നമ്മൾക്ക് ഈ ജനന മരണ ചക്രത്തിൽ നിന്ന് രക്ഷ നേടാനും മോക്ഷത്തെ പ്രാപിക്കാനും കഴിയുന്നു. എല്ലാവർക്കും അതിന് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഹരികൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.